നമസ്കാരം. ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങളുടെ ലൈക്ക് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. കുറച്ച് നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ ശുക്രൻ ഉദിക്കാൻ പോവുകയാണ്. അതായത് ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന ദുഃഖ ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവരെ വിട്ടുമാറി വലിയ രീതിയിലുള്ള രാജകീയ ജീവിതം അനുഭവയോഗ്യമാകാൻ പോകുന്നു എന്ന് തന്നെ പറയാം. ജ്യോതിഷപ്രകാരം ഏറെ സവിശേഷതയുള്ള ഗ്രഹങ്ങളിൽ ഒന്നാണ് ശുക്രൻ. അസുരന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന ശുക്രൻ ഐശ്വര്യം, സന്തോഷം, ആഡംബരം, പ്രണയം എന്നിവയുടെ ദാതാവ് കൂടിയാണ്. ഒരാളുടെ ജാതകത്തിൽ, അതായത് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ശുക്രൻ ശുഭസ്ഥാനത്ത് വന്നാൽ അവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ലഭിക്കുമെന്ന് തന്നെ പറയാം. നമ്മൾ കേട്ടിട്ടില്ലേ ചിലരൊക്കെ പറയുന്നത്, അവന് നല്ല കാലം വന്നു, അവൻ്റെ ജീവിതത്തിൽ ശുക്രൻ ഉദിച്ചു എന്നൊക്കെ. ഇപ്പോൾ നിലവിൽ മേടൻ രാശിയിൽ ആണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. മെയ് മാസത്തിൻ്റെ അവസാനമാണ് ശുക്രൻ ചൊവ്വയുടെ രാശിയായ മേടൻ രാശിയിൽ പ്രവേശിച്ചത്. ജൂൺ 29 വരെ ശുക്രൻ മേടൻ രാശിയിൽ തന്നെ തുടരും. ശുക്രൻ ചൊവ്വയുടെ രാശിയിലും ചൊവ്വ ചിങ്ങരാശിയിലും സ്ഥിതി ചെയ്യുന്നതിലൂടെ ധനശക്തി രാജയോഗമാണ് രൂപപ്പെടാൻ പോകുന്നത്. ഈ രാജയോഗത്തിന്റെ രൂപീകരണം മൂലം 12 രാശികളിൽ ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ചില മാറ്റങ്ങളൊക്കെ വന്നു ചേരുമെങ്കിലും 3 രാശികളിലായി ജനിച്ചിരിക്കുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇതിന്റെ പൂർണ്ണ ഫലം ലഭിക്കും. സർവ്വ ഐശ്വര്യങ്ങളും ഈ ഒരു രാജയോഗം മൂലം അവർക്ക് വന്നു ചേരുമെന്ന് തന്നെ പറയാം. അത്രയധികം അനുകൂലകരമായിട്ടാണ് ഈ ഒരു രാജയോഗം ഈ പറയാൻ പോകുന്ന നക്ഷത്രക്കാരുടെ ജന്മരാശികളിൽ അവർക്ക് ഭാഗ്യമായി നേട്ടമായി വന്നു ചേരാൻ പോകുന്നത്. ഇതുവരെ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളും പ്രയാസങ്ങളും കണ്ണുനീരുകളും ഒക്കെ നിങ്ങളെ വിട്ടുമാറാൻ പോകുന്നു. ഇനി ഭാഗ്യത്തിൻ്റെ ദിനങ്ങളാണ്. അപ്പോൾ ആ രാശികൾ ഏതൊക്കെയെന്നും അതിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നും ഈ നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ലഭിക്കാൻ പോകുന്നതെന്നും നമുക്ക് വിശദമായി നോക്കാം. അപ്പോൾ ആദ്യമായി ഈ ഒരു ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന രാശി എന്ന് പറയുന്നത് വൃശ്ചികൻ രാശിയാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട. ശുക്രൻ ചൊവ്വയുടെ രാശിയിലും ചൊവ്വ ചിങ്ങരാശിയിലും സ്ഥിതി ചെയ്യുന്നതിലൂടെ രൂപപ്പെടുന്ന ധനശക്തി രാജയോഗം വൃശ്ചികൻ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് വളരെയധികം അനുകൂലകരമാണ്. ഈ രാശിയുടെ, അതായത് വൃശ്ചികൻ രാശിയുടെ 6ാം ഭാവത്തിലാണ് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത്. 6ാം ഭാവാധിപനായ ചൊവ്വ 10ാം ഭാവത്തിലും സ്ഥിതി ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ വൃശ്ചികൻ രാശിക്കാർക്ക് വലിയ ഭാഗ്യത്തിനുള്ള അവസരമാണ് കൈവന്നിരിക്കുന്നത്. ഇതുവരെ അനുഭവിച്ചിരുന്ന ദുഃഖ ദുരിതങ്ങളൊക്കെ നിങ്ങളെ വിട്ടുമാറുമെന്നുള്ളതിൽ ഇനി മറിച്ചൊരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല. അത്രയേറെ ഭാഗ്യമായി, അത്രയേറെ അനുകൂലകരമായി നിങ്ങളുടെ ജന്മരാശിയിൽ ഈ രാജയോഗം സ്ഥിതി ചെയ്യുകയാണ്. അതിനാൽ വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ 3 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇനി അസാധാരണമായ നേട്ടങ്ങൾ വന്നു ചേരും. ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യത കാണുന്നു. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യത കാണുന്നു. അതുപോലെ വിദേശ ജോലികൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വിദേശ രാജ്യത്ത് പോകുന്നതിനും അനുകൂലമായ സാഹചര്യത്തിൽ ജോലി ചെയ്ത് നല്ലൊരു ജീവിത മാർഗം തയ്യാറാക്കിയെടുക്കുന്നതിനുമുള്ള സാഹചര്യം ഇനി അനുകൂലമായി വന്നു ചേരും. അതായത് വിദേശ രാജ്യത്തേക്ക് പോകാൻ ഏറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിങ്ങൾ അനുഭവിച്ചിരുന്നെങ്കിൽ അതൊക്കെ നിങ്ങളെ വിട്ടുമാറാൻ പോകുന്നു. നല്ല രീതിയിൽ പ്രയാസങ്ങളും തടസ്സങ്ങളും ഒന്നുമില്ലാതെ ആഗ്രഹിച്ച നാട്ടിൽ ആഗ്രഹിച്ച ജോലി ചെയ്യാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി വന്നു ചേരുന്നു ഈ ഒരു രാജയോഗത്താൽ. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നും വേറെ ജോലിയിലേക്ക് മാറാൻ ശ്രമിക്കുന്നവർക്കും അനുകൂല സമയമാണ്. ഏറെ നാളായി അവിവാഹിതരായി തുടരുന്നവർക്ക് യോജിച്ച ജീവിത പങ്കാളിയെ തന്നെ ലഭിക്കും. കുടുംബത്തിൽ വിവാഹം പോലുള്ള മംഗള കർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യത കാണുന്നു. എന്തുകൊണ്ടും ഭാഗ്യമാണ്, നേട്ടമാണ്. ജീവിതം ഇനി രക്ഷപ്പെടാൻ പോകുന്നു. അടുത്തത് കർക്കടകൻ രാശിയാണ്. പുണർദം, പൂയം, ആയില്യം. കർക്കടകൻ രാശിക്കാർക്ക് ശുക്രൻ ചൊവ്വയുടെ രാശിയിലും ചൊവ്വ ചിങ്ങരാശിയിലും സ്ഥിതി ചെയ്യുന്നതിലൂടെ രൂപപ്പെടുന്ന ധനശക്തി രാജയോഗം വളരെയധികം അനുകൂലകരമാണ്, വളരെയധികം നേട്ടകരമാണ് എന്ന് തന്നെ പറയാം. അത്രയധികം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലാണ് ഈ 3 നക്ഷത്രക്കാരുടെ ജന്മരാശിയിൽ ഈ രാജയോഗം തിളങ്ങി നിൽക്കുന്നത്. പുതിയ വീട്ടിലേക്ക് താമസം മാറാനുള്ള നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. പുത്തൻ വീട്ടിൽ ആഡംബര ജീവിതമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സ്വർണം പോലെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നിങ്ങളെ തേടിയെത്തും. പൂർവിക സ്വത്ത് തർക്കങ്ങൾ ഏതുമില്ലാതെ നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ പോവുകയാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കാൻ സാധിക്കും.
കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അല്ലെങ്കിൽ കലാകായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്കും എന്തുകൊണ്ടും നേട്ട സമയം തന്നെ. അടുത്തത് മിഥുനൻ രാശിയാണ്. മകയിരം, തിരുവാതിര, പുണർദം എന്നീ 3 നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന മിഥുനൻ രാശിക്കാർക്ക് ശുക്രൻ ചൊവ്വയുടെ രാശിയിലും ചൊവ്വ ചിങ്ങരാശിയിലും സ്ഥിതി ചെയ്യുന്നതിലൂടെ രൂപപ്പെടുന്ന ധനശക്തി രാജയോഗം വളരെയധികം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുമെന്ന് ഒരു സംശയവും കൂടാതെ പറയാം. അത്രയേറെ അനുകൂലകരമായിട്ടാണ് നിങ്ങളുടെ ജന്മരാശിയിൽ ഈ ഒരു രാജയോഗം രൂപപ്പെട്ടിരിക്കുന്നത്. ഈ രാശിയിൽ ശുക്രൻ 11ാം ഭാവത്തിലും ചൊവ്വ 3ാം ഭാവത്തിലും സ്ഥിതി ചെയ്യുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഇവർക്ക് കഠിന അധ്വാനത്തിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. അതായത് നിങ്ങൾ എന്ത് കാര്യത്തിൽ ആത്മവിശ്വാസത്തോടു കൂടി അത് നേടിയെടുക്കാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ കഠിന പ്രയത്നം ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ വിജയം കണ്ടെത്തുക തന്നെ ചെയ്യും. ആഗ്രഹിച്ച നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. പുതിയ വാഹനം വാങ്ങുന്നതിനും അതുപോലെ വിൽക്കുന്നതിനും, ഇപ്പോൾ നിലവിലുള്ള വാഹനം വിൽക്കുന്നതിനും പുതിയൊരു വാഹനം വാങ്ങുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. നഷ്ടങ്ങൾ ഏതുമില്ലാതെ ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ നടന്നു കിട്ടും. വിവാഹ ജീവിതത്തിൽ നേരിട്ടിരുന്ന ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ നിങ്ങളെ വിട്ടൊഴിയാൻ പോകുന്നു. ഇനി നല്ലൊരു കുടുംബ ജീവിതവും കുടുംബ അംഗങ്ങളുമൊത്ത് ഐക്യതയോടുകൂടി മുന്നോട്ട് പോകാനും സാധിക്കും. എന്തുകൊണ്ടും ഭാഗ്യമാണ്, നേട്ടമാണ്, ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു.